Hi friends, welcome to my channel Dialect Evo Learning Made Easyയുടെ പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട് 1ൽ നമ്മൾ ഡയലക്ട്സ് ഈവോയുടെ ബേസിക് ഇൻട്രൊഡക്ഷൻ കണ്ടു. എന്തൊക്കെയാണ് ഡയലക്ട്സ് ഈവോയുടെ ആപ്ലിക്കേഷൻസ്, ഹൗ വി ക്യാൻ ഗോ അബൌട്ട് ഇറ്റ് ഫോർ ഡിസൈനിങ് എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി പാർട്ട് 2ൽ ബേസിക്കായിട്ട് ഞാൻ പറയാൻ പോകുന്നത് about the downloading, installation and setting up the configuration and a general configuration of Dialect Evo 13.2. Currently in the market, Dialect Evo 13.2 is available. You can go to Google, download Dialect Evo 13.2. Straightforward ജോലിയാണിത്. ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ we will have this DX, Dialect Evo. This is the emblem you are going to get it. ഞാനത് ക്ലിക്ക് ചെയ്തു. Dialect Evoയുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യാണ് ഇപ്പോഴും. Okay, once you open this one, the window is going to be like this. അതിൽ 3 സെക്ഷൻ കാണും. The first one on the left side is outdoor and building planning, import plan, import IFC, room planning, street lighting. പിന്നെ മിഡിലിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രോജക്ട്സ് ഒക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ ഞാൻ ചെയ്ത പ്രോജക്ട്സ് ആണ് മിഡിലിൽ കാണുന്നത്. തേർഡിൽ കാണുന്നതിൽ ഒരു സെലക്റ്റീവ് ബ്രാൻഡ്സ് ഉണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദ മാനുഫാക്ചറേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അതിലേക്ക് വരാം. ഫസ്റ്റിൽ നമ്മുടെ ലെഫ്റ്റിൽ അഗെയിൻ പോയി കഴിഞ്ഞാൽ ഔട്ട്ഡോർ ആൻഡ് ബിൽഡിംഗ് പ്ലാനിങ്. ഫസ്റ്റ് ഓൺ ദ കോർണർ എൻ്റെ കേഴ്സർ മൂവ്മെൻ്റ് ഒന്ന് നോക്കിയാൽ മതി. ദിസ് ഈസ് ബിഫോർ വി ഡിസൈൻ വി ഹാവ് ടു സെറ്റ് ദ ബിൽഡിംഗ്. ഒരു എം ടി പ്ലാൻ ആയിരിക്കും കിട്ടുക. നമ്മളത് ചെയ്യുന്ന സമയത്ത് കൂടുതൽ മനസ്സിലാവും. അതിൽ നമ്മൾ മെഷർമെൻറ്റ്സ് ഒക്കെ ആയിട്ട് ഇഫ് യു വാണ്ട് ടു ഡ്രോ എ ബിൽഡിംഗ് യു ക്യാൻ ഡ്രോ ആൻഡ് ദെൻ ഡിവൈഡ് ഇൻ ടു സെവറൽ റൂംസ് ആസ് പെർ ദ മെഷർമെൻറ്റ്സ് ആൻഡ് യു ക്യാൻ lay the light fittings which you take it from the dialects or from any manufacturer. Okay, എന്നിട്ട് നമ്മൾ കാൽക്കുലേഷനിലേക്ക് പോവുക. അതിൻ്റെ തൊട്ട് താഴെ ഇമ്പോർട്ട് പ്ലാൻ. ഇത് DWG means it's a drawing. Suppose you have AutoCAD drawing, you can import it. ആ ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്നിട്ട് നമ്മൾ ലൂമിനാരീസ് ലേ ചെയ്യുന്നതും കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ വി ആർ ഗോയിങ് ടു സീ ഇറ്റ്. ഓക്കെ, പക്ഷേ AutoCAD ഡ്രോയിങ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എംബ്ലമാണിത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇമ്പോർട്ട് IFC. എനി IFC ഫയൽ ഇഫ് യു വാണ്ട് ടു ഇമ്പോർട്ട് യു ക്യാൻ ഡു ദാറ്റ് ആൻഡ് യു ക്യാൻ വർക്ക് ഫോർ ദ luminaries. പിന്നെ IFC അല്ലെ JPEG, any images, you give proper scaling and you can start working on that. The fourth one is room planning. Suppose you have a small room, a single room for an office, either rectangle, square or a polygonal shape. അത് സിംഗിളായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. പിന്നെ ലാസ്റ്റിൽ കാണുന്ന സ്ട്രീറ്റ് ലൈറ്റിംഗ്, ആസ് ദ നെയിം ഷോസ് സ്ട്രീറ്റ് ലൈറ്റിംഗ് ഡിസൈൻ ആണ്, വിച്ച് വി വിൽ ബി ഡൂയിങ് ആഫ്റ്റർ ഡിസൈനിങ് ദ ബിൽഡിംഗ്, ലൈറ്റിംഗ്, ഇല്യൂമിനേഷൻ, കാൽക്കുലേഷൻസ് എക്സെട്ര. സ്ട്രീറ്റ് ലൈറ്റിങ്ങിലേക്ക് നമ്മൾ ലാസ്റ്റിലേ വരുള്ളൂ. ഓക്കെ, ദ മിഡ് പോർഷൻ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ട്സ് ആണ്. അതിൽ വൺ ഓഫ് ദിസ് പ്രോജക്റ്റ് ഐ വിൽ ബി ടേക്കിംഗ് ഇറ്റ് ഫോർ യു. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. ഓൾറെഡി ഇമ്പോർട്ട് ചെയ്തതാണ്, ബട്ട് ഐ വിൽ ഷോ യു ഹൗ ടു ഇമ്പോർട്ട് ഇറ്റ് ആൻഡ് ഹൗ വി ക്യാൻ ഡു ദിസ് ലൈറ്റിംഗ് ഡിസൈൻ. ഓക്കെ, ദ തേർഡ് ഈസ് certain menus. This is YouTube, which I don't use it. യൂട്യൂബിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ then knowledge base if you want to have some ideas about it. പക്ഷേ ഇത് select your brands, which is very important. ഇത് മാനുഫാക്ചറേഴ്സിന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈച്ച് മാനുഫാക്ചറേഴ്സ് അവരുടെ പ്രോഡക്ട്സ് വിൽ ബി available in dialects. Around 400 or even more than 400 manufacturers are partners with Dialect Evo group. Okay, so their products are available. So ഒരു മാനുഫാക്ചറർ തന്നെ നമുക്കിപ്പോൾ ഒരു say ഒരു 200 or 300 പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ you can imagine how many types of light fittings will be available
400 into that many number of light fittings. Plenty. Okay. അത് മാത്രമല്ല ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ബ്രാൻഡ്സിൽ നിന്ന് നമ്മൾ ഓരോ മാനുഫാക്ചറുടെയും പ്രോഡക്ട്സ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ്, ഫോട്ടോമെട്രിക്, ഡിസ്ട്രിബ്യൂഷൻസ്, ഇങ്ങനെ എല്ലാം നമുക്ക് കിട്ടും. വി കോൾ ഇറ്റ് എസ് പ്ലഗിൻസ്. ഈ പ്ലഗിൻ എന്താണെന്നുള്ളത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, ഈ ലൂമിനാരീസ് എടുക്കുന്ന സമയത്ത് ഐ വിൽ ബി ടേക്കിംഗ് ഇറ്റ് സെപ്പറേറ്റ്ലി. ഹൗ വി ടേക്ക് ദറ്റ് പ്ലഗിൻ. Okay, this is a technical term which we use during the lighting design. Okay. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ സെറ്റിങ്ങിലേക്കാണ്. ഞാനിത് ഈ ഫയൽ ക്ലിക്ക് ചെയ്തു. യു വിൽ ഫൈൻഡ് ദ സെറ്റിംഗ്, ജനറൽ സെറ്റിംഗ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഐ ക്ലിക്ക് ദിസ് ജനറൽ സെറ്റിംഗ്. ജനറൽ സെറ്റിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ, ലൈക്ക് ഇൻ ഓട്ടോകാഡ്, നമ്മൾ ഓട്ടോകാഡ് ആഫ്റ്റർ ദ ഇൻസ്റ്റലേഷൻ യു ഹാവ് സെറ്റിംഗ്സ് അല്ലേ? അപ്പോൾ അതുപോലെ ഒരു സെറ്റിംഗ് ആണിത്. നമ്മൾ ഫസ്റ്റ് സെറ്റിംഗ് ഇതിൽ പോയി കഴിഞ്ഞാൽ ഇതാ ജനറലായിട്ട് സേവ്, റിമൈൻഡർ എവറി 45 minutes. യു ക്യാൻ ചേഞ്ച് ഇഫ് യു വാണ്ട്, റിമൈൻഡിങ് 40 minutes, 30 minutes to save. If you don't keep a saving timing, in case if you are just missing out anything, or the system off ആയി പോയിട്ടുണ്ട്, whatever you have done will be lost. So you set the timing, then undo 50 changes, note text, search for updates, automatic, then language. This is ഇവിടെ ഇപ്പം എൻ്റെ ഇതിൽ ഞാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇംഗ്ലീഷ് എടുത്തിട്ടുണ്ട്. യു ക്യാൻ ചൂസ് എനിത്തിങ്. ഡോക്യുമെൻറ്റേഷൻ, ഈ ഡോക്യുമെൻറ്റേഷൻ ഞാനിവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എടുത്ത്. ഇഫ് യു വാണ്ട് യു ക്യാൻ മേക്ക് ഇറ്റ് ടു എനിത്തിങ്. Okay, English or Indian or Spanish or French or whatever you want. Documentation is very important because after we design and calculate, the documentation is required. Okay, we choose what are the items we need to present in the paper. Okay, once you get select the documentation, then make a printout. This is what you are going to submit. Okay, for the approval. ഞാൻ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ ഡോക്യുമെൻറ്റേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും ഫോർ ദ അപ്രൂവൽ. ദെൻ യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്, യു ഹാവ് മെട്രിക് സിസ്റ്റം ആൻഡ് ഇമ്പീരിയൽ. ഓക്കെ, നമ്മളിപ്പോൾ ജനറലി നൗ ഡേയ്സ് വി ഗോ വിത്ത് ദ യൂറോപ്യൻ സിസ്റ്റം ഓർ മെട്രിക് സിസ്റ്റം, MKS. ഓക്കെ, ഇൻ ദിസ് ലക്സ് ഓർ ലൂമെൻസ് പെർ മീറ്റർ സ്ക്വയർ ആണ് ലക്സ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് മെട്രിക് സിസ്റ്റത്തിലാണ് ഞാനിത് കൊടുത്ത്. ഇഫ് യു വാണ്ട് ടു ഡു ഫുഡ് കാൻഡല ആൻഡ് എക്സെട്ര, ഇമ്പീരിയൽ സിസ്റ്റത്തിലേക്ക് പോവാം. പക്ഷേ വൈഡ്ലി യൂസ്ഡ് നൗ എ ഡേയ്സ് ഇസ് മെട്രിക് സിസ്റ്റം. ദെൻ ഐ വെൻറ്റ് ഫോർ യൂറോപ്യൻ സിസ്റ്റം, നോട്ട് ദ ഇമ്പീരിയൽ. ഓക്കെ, ഇഫ് യു വാണ്ട് യു ക്യാൻ ചേഞ്ച് ഇറ്റ്, പക്ഷേ മോസ്റ്റ്ലി ഇറ്റ് ഈസ് ലൈക്ക് ദിസ് നൗ. ഇതാണ് സെറ്റിങ്. സെറ്റിങ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ജനറൽ സെറ്റിംഗ്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് സ്റ്റാൻഡേർഡ്സ്. Standard, as I told you, if you have gone through this lights basics, you will see the standards, generally accepted standards. Okay, rightly നോക്കാണ് specifications taken into account according to EN 12464-1 2011 and 2014. Okay, ഇതൊക്കെയാണ് as per this only the data will be calculated. Then uniformity. The term uniformity is very important as well. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ലൈറ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി റൂമിൽ നമ്മുടെ വർക്കിംഗ് പ്ലെയിനിൽ നമുക്ക് സപ്പോസ് യു വർക്ക് ഫോർ 300 lux ലൈറ്റ് ഇൻ ദ വർക്കിംഗ് പ്ലെയിൻ എന്ന് ഞാൻ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് either the table, working plane is table, or if you are looking at a hall, floor will be the working plane. ഓക്കെ, ആ വർക്കിംഗ് പ്ലെയിനിലുള്ള ലൈറ്റ് അവൈലബിലിറ്റിയാണ് നമ്മൾ നോക്കുക. ഓക്കെ, സോ ദ മിനിമം ബൈ മാക്സിമം ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ റേഷ്യോ വിച്ച് ടെൽസ് യു അബൌട്ട് ദ യൂണിഫോമിറ്റി. ഓക്കെ, യൂണിഫോമിറ്റി ജനറലി നമ്മൾ മിനിമം 0.6 വേണം, 60%. നല്ല യൂണിഫോമിറ്റി ആണെങ്കിൽ 100% ആണ് വേണ്ട, വിച്ച് മേ ബി പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട് ബിക്കോസ് യു വിൽ ഹാവ് ഫർണിച്ചേഴ്സ്, യു വിൽ ഹാവ് കോളംസ്, യു ഹാവ് ഡിഫറെൻറ്റ് ഐറ്റംസ് ഇൻ ദ റൂം, ആൻഡ് ദ യൂണിഫോം
light distribution may be not that easy. It is easy for a hall, an empty hall. You put light, distribute it properly, then you may get 0.9, 0.95 and all. But minimum uniformity expected is 60%. Okay? Then spacing to height ratio. The height is also very important because from the working plane to the ceiling height, we take into consideration. Okay? Then, നമ്മൾ താഴെ വന്നു കഴിഞ്ഞാൽ ഓരോ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടാണ് ഇവിടെയുള്ള താഴെയുള്ള ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹാള് അല്ലെങ്കിൽ സീ ദി സർക്കുലേഷൻ, സ്റ്റേഴ്സ്, എസ്കലേറ്റേഴ്സ് അല്ലെങ്കിൽ റെസ്റ്റ് റൂംസ്. അപ്പോൾ ഓരോ റൂമും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ള ലക്സ് ലെവൽ എത്രയാണെന്ന് ഇവിടെ ബൈ ഡിഫോൾട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു വാണ്ട് യു ക്യാൻ ചേഞ്ച് ഓൾസോ. പക്ഷേ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ വന്ന് ചെയ്യരുത്. ബിഫോർ യു സ്റ്റാർട്ട് ദ പ്രോജക്റ്റ് you set the values here, okay, and that value will be appearing there. And if you want to change that value also, it is possible in between, that is in the project itself. Okay, namakadu cheyumbo koodalayitte manasilavum. So this is about the general setting and standards. Okay, now we will go to the file and we can exit this. Oh, I exited this, which is not, I'm sorry. We will go to the project again. അത് എക്സിറ്റ് ആയിരുന്നില്ല ചെയ്യേണ്ടത്, എനിക്കിത് കാണിച്ചു തരണമെന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ വിൻഡോ നിന്നാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. ഇനി അഗെയിൻ ന്യൂ പ്രോജക്റ്റ് എന്നും പറഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഹാവ് ആൻ എംപ്റ്റി സ്പേസ് ഹിയർ. എംപ്റ്റി സ്പേസ് വന്നില്ലേ? ഈ സ്പേസിലാണ് നമ്മൾ എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റൂം വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വരയ്ക്കുക. വരച്ചിട്ട് സ്കെയിൽ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, വിച്ച് വിൽ ബി സീയിങ് ഇൻ അവർ പാർട്ട് 3. വെയിറ്റ് ഫോർ മൈ പാർട്ട് 3. അതുവരെ നിങ്ങൾ ഇതെനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം, because that will be a motivation for me. So please subscribe this and support. Okay, കുറച്ചുകൂടി കഴിഞ്ഞാൽ ഡീപ്പായിട്ട് പോകുമ്പോൾ ഡിസൈനിലേക്കും നമ്മൾ ഡിസൈൻ ചെയ്ത് ഓരോരോ സ്റ്റേജായിട്ട് അങ്ങോട്ട് മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യും. ഓക്കെ, വെയിറ്റ് ഫോർ മൈ പാർട്ട് 3. Till then, thank you very much to all of you and bye.